ഹലോ. നമ്മൾ അധിക പേരുടെയും ചെറിയ ബിസിനസ് വളരാത്തതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടാത്തതിൻ്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. കാരണം മാത്രമല്ല, അതിൻ്റെ പരിഹാരവും പറഞ്ഞു തരാം. നമ്മൾ അധിക പേരും ചെറിയ ബിസിനസ് ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് ഈ എംപ്ലോയി അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അധിക പേരും. അതായത് പ്ലംബിങ്ങിൻ്റെ വർക്ക് അറിയാവുന്നത് കൊണ്ട് പ്ലംബിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങി, ഡോക്ടർ ആയതുകൊണ്ട് ക്ലിനിക്ക് തുടങ്ങി, എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ അറിവുള്ളതുകൊണ്ട് അതിൻ്റെ കൺസൾട്ടൻസി തുടങ്ങി, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാറ്റഗറീനെ പറ്റി അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് അധിക പേര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരിൽ അധിക പേർക്കും ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ളവരാണ്, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതായത് എൻ്റെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലാണ് ശരിയാവുള്ളൂ, എല്ലാ ടാസ്കുകളും ഞാൻ തന്നെ ചെയ്താലാണ് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ്സിലെ എല്ലാ ഡെയിലി ടാസ്കുകളും ചെയ്യാനായിട്ട് നോക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടണില്ല. ക്വാളിറ്റി ടൈം നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇൻകം വളർത്തുന്നതിനെ പറ്റിയും ബിസിനസ് വളർത്തുന്നതിനെ പറ്റിയും നമുക്ക് തിങ്ക് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി ടൈം കിട്ടണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചിലർക്കൊക്കെ ഇത് അറിയാം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് അറിയാം. പക്ഷേ ഇവർ അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കില്ല. അങ്ങനെ ഒരു അറിവ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആക്ഷൻ ഇവരെടുക്കില്ല. അതിൻ്റെ കാരണം പല പല പേടികളാണ്. ഇവരാരെയും വിശ്വസിക്കണില്ല. അതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ളൊരു പേടി. ആരെയും ഇവരങ്ങോട്ട് വിശ്വസിക്കണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളിപ്പോൾ ഒരു ടീമിനെ സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ടീമിനെ എടുക്കുന്നു, ഒരു സ്റ്റാഫിനെ എടുക്കുന്നു, ഇത്തരത്തിലുള്ള ചിന്തയൊക്കെ ഇവരുടെ മനസ്സിൽ വരാൻ നേരത്ത് അധിക സമയവും സ്റ്റാഫ് വന്ന് നിങ്ങളൊരു എംപ്ലോയിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് അവരൊരു കോമ്പറ്റീറ്ററായിട്ട് മാറുമെന്നുള്ളൊരു പേടിയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ നമുക്ക് നമ്മളുടെ ഒരു എംപ്ലോയി തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ച് നമ്മളുടെ നേർ ഓപ്പോസിറ്റ് ഇതേപോലൊരു സ്ഥാപനം അല്ലെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്ററായിട്ട് മാറണമെന്ന് യാതൊരു നിർബന്ധമല്ല. കോമ്പറ്റീഷൻ പല വഴിയിലൂടെ നമുക്ക് വരാം. അതിപ്പോൾ എംപ്ലോയി തന്നെ കോമ്പറ്റീറ്റർ ആവണമെന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം ബിസിനസ് ചെയ്യുന്നവർ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് അവർ നിങ്ങളുടെ കോമ്പറ്റീറ്ററായിട്ട് മാറും. അവർ ഈ എംപ്ലോയിനേക്കാൾ ബെറ്ററായിട്ട് ബിസിനസ് അറിയുന്നവരാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് നമ്മൾ ഓവറായിട്ട് പേടിക്കാതിരിക്കുക. ഇനി വേറെ ചില ആളുകളുടെ ഒരു ഇതാണ്, അവർക്ക് കുറച്ച് സീക്രട്ടുകളെല്ലാം അറിയാം. അപ്പോൾ അത് വേറൊരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വലിയ രഹസ്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ഇൻഫർമേഷൻ ഏജിൽ നമ്മളുടെ പബ്ലിക് സോഴ്സുകളിൽ ഏറെക്കുറെ അവൈലബിൾ ആണ്. ഒരാൾ ഇരുന്ന് അതിൻ്റെ പുറകെ കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചാൽ കണ്ടെത്താവുന്ന സംഗതികളൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ പറയുന്ന ആ വലിയ രഹസ്യങ്ങളൊക്കെ വേറൊരാൾക്ക് പറഞ്ഞ് ഏതായാലും ഈ രഹസ്യങ്ങളൊന്നും ഒറിജിനേറ്റ് ചെയ്തത് നിങ്ങളിൽ നിന്നായിരിക്കില്ല. നിങ്ങൾക്കും ഇത് വേറെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയതായിരിക്കും. അപ്പോൾ സോഴ്സ് ഉണ്ട്, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടെത്താനായിട്ടുള്ള സോഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളിൽ തന്നെ അത് നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കോമ്പറ്റീഷനെ പേടിച്ച് നമ്മൾ ടീമിനെ ഹയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ പല മാർഗത്തിലൂടെ നമുക്ക് വരാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു സ്കൂട്ടർ എടുത്ത് നിങ്ങൾക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. കാരണം തെളിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്ത്യയിൽ സ്കൂട്ടർ ഇടിച്ച് മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ എന്നിട്ടും ഈ വാർത്തകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടും നിങ്ങൾ സ്കൂട്ടർ എടുത്ത് പുറത്തിറങ്ങണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് യൂസ്ഡായി ആ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ടു വന്നു. ഈ പൊരുത്തപ്പെട്ട് വരേണ്ട കാര്യമുള്ളൂ ഇതിലും. സ്കൂട്ടർ എടുത്ത് പുറത്തിറങ്ങുന്നതിനേക്കാളും റിസ്ക് ഇല്ല നിങ്ങളൊരു ടീമിനെ സെറ്റ് ചെയ്യല്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ടീമിനെ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾ തന്നെ അതിൽ നിൽക്കരുത്. പിന്നെ വേറൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ചെയ്താലാണിത് ശരിയാവുള്ളൂ, വേറെ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല എന്നുള്ളൊരു വിശ്വാസം. ഇതും തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം പെർഫെക്റ്റ്, പക്ഷേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ ബിസിനസ് നിങ്ങളെന്ന ആ പോയിന്റിൽ സ്റ്റക്കായിട്ട് കിടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം എന്നതായിട്ട് ഫീൽ ചെയ്യും. കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തലവേദനയാണ്. എന്നാൽ നല്ല ബിസിനസ് ഓണേഴ്സിന് കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ്. നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ്, ഈ ചിന്താഗതിയുള്ള ആളുകൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടാസ്കുകളും കൂടുതൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് ഞാൻ തന്നെ എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ചില ബിസിനസ് സ്ഥാപനങ്ങളിലെ ചില ബിസിനസ് ഓണേഴ്സ്
അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് നമ്മൾ അവരോട് എന്തോ ചെയ്തതുപോലെയുള്ള രീതിയിലാണ് മുഖമൊക്കെ വീർത്തിരിക്കുക എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറേണ്ട സമയമായി. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ദേഷ്യം. ആ പോയിന്റിൽ, ആ ഒരു പൊസിഷനിലേക്ക് വേറൊരാളെ ഡെലിഗേറ്റ് ചെയ്യേണ്ട ടൈമായി. നിങ്ങൾ തന്നെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദേഷ്യം വന്നത്. അത് നിങ്ങളെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള, നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റേണ്ട സമയമായി. ഇനി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയൂ? അവർക്ക് ഈ വക പേടികളൊന്നുമില്ല. അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ടാസ്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ എന്തിന് ഞാനത് ചെയ്യണം? മാത്രവുമല്ല, അവരത് ചെയ്തു കഴിഞ്ഞാൽ എന്നേക്കാൾ ബെറ്ററായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. എനിക്ക് ക്വാളിറ്റി ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈ ക്വാളിറ്റി ഉള്ള തിങ്കിങ്, ചിന്ത അവിടെ നടത്താനായിട്ട് സാധിക്കും. ബിസിനസ് കൂടുതൽ വളർത്തുന്നതിനെ പറ്റിയും ബിസിനസ്സിൻ്റെ മറ്റു പല കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ്. നമ്മളുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിലുള്ളവരുടെ മൈൻഡ് സെറ്റ് അല്ല സക്സസ്ഫുൾ ബിസിനസ് റൺ ചെയ്യുന്നവരുടെ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ചെയ്താലേ ശരിയാവും, എല്ലാത്തിനും പേടി, ഇവനെ ഹയർ ചെയ്ത് ഇവൻ പഠിച്ച് ഇനി വേറെ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും പേടി മാത്രം, ആക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയായിട്ടുള്ള ആരെയും ട്രസ്റ്റ് ചെയ്യാത്തൊരു കാറ്റഗറി. എന്നാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ടാസ്ക് വേറൊരാൾ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ എന്തിന് ഞാൻ ചെയ്യണം? മാത്രവുമല്ല, അവനത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്നേക്കാൾ ബെറ്ററായിട്ട് അവനത് ചെയ്യുകയും ചെയ്യും. എനിക്ക് ക്വാളിറ്റി ടൈം അവിടെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ വളർന്ന് വരികയും ചെയ്യും. ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റായിട്ട് ഇരുന്നുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ് ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബിസിനസ് മൊത്തം നിങ്ങളുടെ ബ്രെയിനിലാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ബിസിനസ്. നിങ്ങൾക്ക് പുറമെ ആ ബിസിനസ്സിന് ഒരു അസ്തിത്വമില്ല. നിങ്ങളാണ് ബിസിനസ്. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം റൺ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സിസ്റ്റത്തിനെയാണ് നിങ്ങൾ ബിസിനസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ബിസിനസ്സിൽ ഈവൻ ചെറിയ ബിസിനസ് ആണെങ്കിൽ കൂടിയും അതിലൊരു സിസ്റ്റം ബിൽഡ് ചെയ്യും. ആ സിസ്റ്റത്തിനെ റൺ ചെയ്യുന്നതാണ് മറ്റ് ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഓണർ അതിൽ നിന്ന് മാറി നിന്നാലും 6 മാസം ലീവ് എടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോയാലും ആ ബിസിനസ് അവിടെ ഒരു അസറ്റ് പോലെ തന്നെ നിൽക്കും. അതായത് ഈ ബിസിനസ് ഓണർക്ക് വേണ്ടി ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അയാൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കും. ഈ വ്യക്തിക്ക് പുറമെ ആ ബിസിനസ്സിന് ഒരു അസ്തിത്വം ഉണ്ടെന്ന് ചുരുക്കം. എന്നാൽ നമ്മളുടെ കേസിൽ എങ്ങനെയാണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ വരാൻ നേരത്ത് നമുക്ക് പുറമെ ആ ബിസിനസ്സിന് ഒരു അസ്തിത്വമില്ല. ഇതിങ്ങനെ തന്നെ നിന്ന് പോണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞു വന്നത് തെറ്റിദ്ധരിക്കരുത്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആ ഒരു കാറ്റഗറിയിൽ ബിസിനസ് തുടങ്ങരുതെന്നല്ല പറഞ്ഞു തന്നെ, അങ്ങനെ അങ്ങ് നിന്ന് പോകരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കരുതെന്നല്ല. തുടക്ക സമയത്ത് നമുക്ക് റിസോഴ്സുകൾ കുറവാണ്, നമുക്ക് ടൈം കുറവാണ്, മണി കുറവാണ്, നോളജ് കുറവാണ്, അങ്ങനെ എന്തൊക്കെ റിസോഴ്സുകളുണ്ട് അതെല്ലാം കുറവാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ ഇങ്ങനെ നിന്ന് കാലങ്ങളോളം പോകരുത്. ഒരു പോയിന്റിൽ എത്താൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കസേരയിൽ നിന്ന് മാറേണ്ട ടൈം ആകുമ്പോൾ അങ്ങ് മാറിക്കൊടുക്കണം. അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ അവിടെ അള്ളിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ അത് മാറേണ്ട ടൈമിൽ നിങ്ങൾ മാറാനായിട്ട് നോക്കുക. ഇങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചെറുതായിട്ട് വലുതാക്കണം എന്ന മൈൻഡ് സെറ്റോടു കൂടി ചെറുതായിട്ട് തുടങ്ങുക. എന്നിട്ട് ആ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ്. അപ്പോഴാണ് നമ്മളുടെ ബിസിനസ് കൂടുതലായിട്ട് വളരുള്ളൂ. ഇപ്പോൾ ഓപ്പറേഷൻ്റെ സൈഡിലേക്ക് നിങ്ങൾ ആളെ വെക്കുക. തുടക്ക സമയത്ത് നിങ്ങൾ തന്നെയാണ് ഓപ്പറേഷൻ, നിങ്ങൾ തന്നെയാണ് സെയിൽസ്, നിങ്ങൾ തന്നെയാണ് മാർക്കറ്റിംഗ്, നിങ്ങൾ തന്നെയാണ് മേക്കിംഗ്, ഡെലിവറി, അങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ തന്നെയായിരിക്കും. ചിലപ്പോൾ 1-2 പേര് സഹായത്തിനുണ്ടാവും. ഈവൻ അവരുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു 20% ആയിരിക്കും ഈവനുള്ള സ്റ്റാഫ് ഉള്ളവർ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി 80% നമ്മൾ തന്നെ തലയിലെടുത്ത് വെക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിലുള്ള ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം.
താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.